ചൂരൽമലയിൽ നിന്നും അഷ്റഫ് ഉണ്ട്. അഷ്റഫ്, എന്താണ് അഷ്റഫിന് മനസ്സിലായത്? വലിയ ദുരന്തമാണല്ലേ? ഇവിടെ വലിയ ദുരന്തം തന്നെ നടന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി 2 മണിക്കാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഉരുൾപൊട്ടൽ ഉണ്ടായി. അങ്ങനെ അത് വന്ന് ചൂരൽമല എന്നൊരു ഭാഗത്തെ ടൗണ് കംപ്ലീറ്റ് അടിച്ചു പൊളിച്ചു പോയി. 100% നഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാം. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളെ കാണാതായി മിസ്സിംഗായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥ പ്രതിസന്ധി കാരണം നമുക്ക് കണ്ടെടുക്കാനോ മറ്റു കാര്യങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. തീവ്രമായ രക്ഷാപ്രവർത്തനമുണ്ട്. ജില്ലാ ഭരണകൂടം സജീവമായി രംഗത്തുണ്ട്. എത്ര ആളുകൾ അവിടെ ആ പ്രദേശത്ത് താമസം ഉണ്ടായിരുന്നു? എത്ര കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അഷ്റഫ്? താങ്കൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണല്ലോ. ഇവിടെ ഈ പരിസരങ്ങളിലായിട്ട് ഒരു 10-700 കുടുംബത്തിന്റെ മേലെയുണ്ട്. പുഴവക്കിലാണ് കുറെ വീടുകൾ, എസ്റ്റേറ്റ്, പാടികളെല്ലാം ഉണ്ട്. പാടിയെല്ലാം അടക്കം പോയിട്ടത് കാരണം ആരൊക്കെ അതിലുണ്ട് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ ഇപ്പൊ കഴിയില്ല. പിന്നെ ഒരു ടൗണിൽ നിന്ന് അടുത്ത സ്ഥലത്തോട്ടുള്ള പാലം നഷ്ടപ്പെട്ടത് കാരണം ആൾക്കാർക്ക് അങ്ങ് പോവാനുള്ള ഒരു വഴിയില്ല. ഇപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് അപ്പുറത്തുള്ള വിവരങ്ങളൊന്നും കൃത്യമായിട്ട് അറിയുന്നില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫോണെല്ലാം ചാർജ് തീർന്ന കാരണം കൊണ്ട് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നില്ല. ഇതുവരെ ആ ഒറ്റപ്പെട്ട പ്രദേശത്തോട്ട് ആരും പോയിട്ടില്ല. ഇപ്പോഴും ശക്തമായ മഴ വരുന്ന കാരണം കൊണ്ട് ഉള്ളത് കൊണ്ട് ഉരുൾപൊട്ടൽ സാധ്യത വീണ്ടും ഉള്ളത് കൊണ്ട് രക്ഷാപ്രവർത്തനം കുറച്ച് ദുഷ്കരമാണ്. ഇപ്പോൾ ഈ കുറെ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? കുറെ പേരെ രാത്രി തന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കഴിയുന്നവരെല്ലാം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കുറെ പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒത്തിരി പേരെ നഷ്ടപ്പെട്ടതായിട്ടാണ് ഇവിടെ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ മറ്റാരെങ്കിലും എടുത്തു കൊണ്ടുപോയോ വേറെ താമസിപ്പിച്ചോ എന്നുള്ളതിന് വിവരങ്ങളെല്ലാം അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഈ അതിപ്പോഴും മഴ പെയ്യുകയാണോ? ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആണല്ലേ? മലവെള്ളപ്പാച്ചിലും ഒക്കെ ഇപ്പോഴും മലവെള്ളപ്പാച്ചിൽ ശക്തമായ വലിയ തോതിൽ തന്നെ മലവെള്ളപ്പാച്ചിലുണ്ട്. അത് കാരണം കൊണ്ടാണ് ഈ പാലം പുഴ കടന്ന് അപ്പുറത്തോട്ട് കടക്കാൻ കഴിയുന്നില്ല. അതിന് വളരെ ബുദ്ധിമുട്ടാണ്. ആ പാലം പൂർണ്ണമായി ഒലിച്ചു പോയി അല്ലേ? കാരണം 100% ഒലിച്ചു പോയി. അതില് ഒരു അമ്പലം, സ്കൂളിന്റെ ഭാഗികമായിട്ട് അങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായി പോയി. ഒരു ഭീതിയായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. താങ്കൾ ഒരു അക്ഷയ സെന്റർ നടത്തിക്കൊണ്ടിരുന്ന ആളാണല്ലേ? അതെ അതെ അതെ. താങ്കളുടെ സ്ഥാപനവും ഇല്ലാതായി? നമ്മുടെ സ്ഥാപനം 100% പോയി. 2 ഷട്ടറായിരുന്നു 2 ഭാഗത്തായിട്ട്. റോഡിന്റെ വെള്ളം ഒരു ഭാഗത്ത് കൂടെ കയറി മറ്റേ ഭാഗത്ത് കൂടെ പോയി. ഷട്ടറെല്ലാം പൊളിഞ്ഞു വീണു. അക്ഷയയിൽ ഒരു സാധനവും ഇല്ല, കംപ്ലീറ്റ് പോയി. അതിന്റെ താങ്കൾ താമസിക്കുന്നതിന് അടുത്ത് തന്നെയാണോ? ഞാൻ ഇവിടുന്ന് കുറച്ച് മാറിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. ആ സ്ഥലത്തിന്റെ പേരെന്താണ്? താങ്കൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ? ഞാൻ മേൽപ്പാടി. അവിടെ വേറെ കാര്യമായ ബുദ്ധിമുട്ടില്ല? ഇല്ല ഇല്ല. ഇത് കൂടുതലും ബാധിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ മുണ്ടക്കായാണ്. മുണ്ടക്കായ് ചൂരൽമല. മുണ്ടക്കായ് ചൂരൽമല. ഈ പുത്തുമലയ്ക്ക് അടുത്താണ് ഇതല്ലേ? പുത്തുമലയിൽ നിന്ന് 4 കിലോമീറ്റർ. പുത്തുമല എന്ന് നമ്മളെ ഞെട്ടിപ്പിച്ചാണോ? അതിലുമൊക്കെ വലിയ ദുരന്തമാണ്. അതിലും ഭീകരമായ അവസ്ഥയാണ്. അതിലും ഭീകരമാണ്. അഷ്റഫൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്ന ആളാണല്ലോ അല്ലെ? തീർച്ചയായും. അതിലും വലിയ ഭീകരാവസ്ഥയാണ്. അതെ തീർച്ചയായും. ഇത് ആൾതാമസമുള്ള ഏരിയയിലൂടെ കയറിപ്പോയത് കാരണം കൊണ്ടാണ് ബുദ്ധിമുട്ട് കൂടുതലായി വന്നിട്ടുള്ളത്. ഈ ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? ഹെലികോപ്റ്റർ മന്ത്രിയെല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹെലികോപ്റ്റർ വന്നാൽ മാത്രമേ നമുക്ക് പുഴ കടന്ന് അപ്പുറത്തേക്ക് ഒരു കയറെങ്കിലും കെട്ടിയാലേ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയുള്ളൂ. അതൊരു പ്രശ്നമാണ്. അല്ലാതെ അപ്പുറം കടക്കാൻ ഒരു വഴിയില്ല. ഈ പുഴയുടെ അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ഈ പുഴ അല്ലാതെ വേറെ ഒരു വഴിയും പാലോ മറ്റു സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഹെലികോപ്റ്റർ പോലെ എന്തെങ്കിലും വന്ന് അപ്പുറത്ത് കയറ് കെട്ടി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയേ പറ്റും. ഒരു താൽക്കാലിക പാലം പോലും ഉണ്ടാക്കാനുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതും അത്ര എളുപ്പമല്ല. ഇപ്പൊ അവിടെ ജനപ്രതിനിധികളും NDRF സംഘവും ഒക്കെ ഉണ്ടല്ലോ? സ്കൂളിലാണ് എല്ലാവരും തോന്നുന്നല്ലേ? എല്ലാവരും. ഈ ആംബുലൻസിന്റെ ശബ്ദം കേൾക്കുന്ന എന്താ? ആംബുലൻസ് പരിക്കേറ്റവരും മരണപ്പെട്ട ആൾക്കാരെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് മറ്റും പോകുന്നു. അടുത്ത ഏതാ ഹോസ്പിറ്റൽ? അവിടെ അടുത്ത് വിംസ് മെഡിക്കൽ കോളേജ്. അവിടെ എത്ര പേരുണ്ടെന്ന് അങ്ങനെ വല്ല വിവരം ഉണ്ടോ? അവിടെ കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇവിടെ നെറ്റ്വർക്ക് കുറച്ച് പ്രശ്നം കാരണം കൊണ്ട് നമ്മൾ രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. പ്രശ്നമാണ്. ശരി അഷ്റഫ്, ഇനിയും താങ്കളെ വിളിക്കാം. ഞങ്ങൾക്ക് കുറച്ചുകൂടി വിവരങ്ങൾ തരണം കുറച്ച് കഴിഞ്ഞിട്ട്. ഏതായാലും താങ്കളെ രക്ഷാപ്രവർത്തനത്തിന് തിരക്കിലാണ് എന്നറിയാം. ഏതായാലും വലിയ ഒരു സംഭവമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. വലിയ ദുരന്തമാണ്.